ഹലോ. ഹലോ സർ, ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്താ? നിങ്ങളാണ് അസാദുള്ള ബേക്കുന്ന്. ശരിക്കും നിനക്ക് ആ കാറിന്റെ കാര്യത്തിൽ എത്ര താല്പര്യമുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ നിന്നോടൊന്നും പറയാഞ്ഞത്. അകത്തേക്ക് വാമനെ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. വെൽക്കം ടു മൈ റിയൽ ഹോം. ചിലർക്ക് അവരുടെ വീട്ടിലെ ബെഡ്റൂമും ബാത്റൂമും ഒക്കെ ആയിരിക്കും ഇഷ്ടം. പക്ഷെ എനിക്ക് എന്റെ വീട്ടിലെ ഈ ഹാളാണ് ഏറ്റവും ഇഷ്ടം. അതാ എന്റെ ഭാര്യ സരോജ. അവളൊരു പാവമായിരുന്നു. അതുകൊണ്ട് ദൈവം അവളെ നേരത്തെ അങ്ങ് വിളിച്ചു. അവള് പോയി കഴിഞ്ഞപ്പോ ഞാൻ തനിച്ചായിടോ. ഞാനും അവളും പോയി കഴിയുമ്പോ എനിക്കും അവൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്ന കാറിനൊന്നും സംഭവിക്കാൻ പാടില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അത് ഓടിക്കാതിരുന്നത്. അത് സ്വന്തം മോനെ പോലെ നോക്കുന്ന ഒരാളെ ഞാൻ അന്വേഷിക്കായിരുന്നു. അപ്പോഴാ താൻ വന്നത്. ഈ കുഞ്ഞാരെന്ന് മനസ്സിലായില്ല. അതെന്റെ മകനാ. മകനോ? പിന്നെ തനിച്ചാണെന്ന് പറഞ്ഞെന്താ? യെസ്, പക്ഷെ അവൻ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഒരേപോലെയാ. ആ ചർച്ചിന്റെ അടുത്തുള്ള ഒരു സ്ട്രീറ്റിലെ അവിടെ അവൻ എന്റെ അടുത്തേക്ക് വരികയില്ല, ഒരു ഫോൺ പോലും ചെയ്യില്ല. കാശിനോടുള്ള താല്പര്യം അവന്റെ അച്ഛനോടില്ല. ഞാനും അത് വിട്ടു. കാരണം ഈഗോ, ആറ്റിറ്റ്യൂഡ്, എക്സെട്രാ എക്സെട്രാ. അവനൊന്നും ജീവിച്ചിട്ട് ഒരു കാര്യമില്ല, ചത്തു തൊലയണം. ഫോർഗെറ്റ് ഇറ്റ്. ഞാനും അത് കൈവിട്ട് കളഞ്ഞ കേസാ. കം ഓൺ യങ് മാൻ, ലെറ്റ്സ് ഹാവ് എ ഡ്രിങ്ക്. അയ്യോ, എനിക്കിതൊന്നും വലിയ ശീലില്ല സാറേ. സാരമില്ലടോ, ഒരെണ്ണം അടിക്കേ, ഒന്നും സംഭവിക്കില്ല. ഓ സോറി. എടോ പോടോന്നൊക്കെ വിളിച്ചു, കുഴപ്പമില്ലല്ലോ. അതിനിപ്പോ എന്താ സാറ്, സാർ എന്ത് വേണേലും വിളിച്ചോ, പക്ഷെ നാളെ വരാൻ മാത്രം എന്നോട് പറഞ്ഞേക്കരുത്. ഗുഡ് വൺ. ശിവലിംഗം, എന്താണെന്ന് അറിയില്ലടോ, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായി. പാടോ, അടിക്കാം. അല്ല അത് പോട്ടെ സാറേ, എനിക്ക് കുറച്ച് പഞ്ചസാര കിട്ടോ? പഞ്ചസാരയോ? ഒന്ന് എടുത്ത് താ സാറേ. ആ, ഒരു മിനിറ്റ് ഇടോ. സുബലക്ഷ്മി. അതാരാ സാറേ? എന്റെ വീട്ടിൽ ജോലിക്കാരിയായിട്ട് വന്നതാ. ഇപ്പൊ ഇവിടുത്തെ വീട്ടുകാരിയായി. അപ്പൊ സാറ് വേലക്കാരനെ വെച്ചോണ്ടിരിക്കുക? ചേച്ചേ, അങ്ങനെയല്ലടോ. വീട്ടുകാരി എന്ന് വെച്ചാൽ ആ അർത്ഥമല്ല. വീട്ടിൽ ജോലി നോക്കാൻ വന്നതാണെങ്കിലും ഇപ്പൊ അവളും വീട്ടിലെ ഒരു അംഗമായി എന്ന് പറഞ്ഞതാ. ഓഹോ. ആ, ഒരു മിനിറ്റേ. സുബലക്ഷ്മി, ഇങ്ങ് വാ. പറയൂ സാറേ. ഇത് ശിവലിംഗം. സുബലക്ഷ്മി. നമസ്കാരം. ഹായ്. അത് കാര്യമാക്കണ്ടോ, സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കോഴ്സ് പഠിച്ചോണ്ടിരിക്കുക. അതുകൊണ്ടാ. കുറച്ച് പഞ്ചസാര എടുത്തോണ്ട് വാ. അതിന്റെ കൂടെ ആ ഓപ്പൺ ചെയ്യുന്ന ഓപ്പണർ കൂടെ എടുത്തോണ്ട് വാ. സാറ് ആളെ കാണാൻ നല്ല ഐശ്വര്യമുണ്ട്. നീ ഇങ്ങനെ അടിക്കുന്ന ഈ വിസ്കി കമ്പനിക്കാരൻ കണ്ട അവൻ സൂയിസൈഡ് ചെയ്യും. വേറെ നിവൃത്തിയില്ല സാറ്. എന്റെ അമ്മയുടെ ഡെലിവറി കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കുറച്ച് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റോടുകൂടിയാണ് ജനിച്ച്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഇല്ല. നന്നായി വരട്ടെ. സാറിനോട് അങ്ങനെ സംസാരിച്ചതിന് ശേഷം സീരിയലിൽ വരുന്ന ഹീറോയിൻസിനെ പോലെ ഞാൻ ആകെ ഇമോഷണൽ ആയിപ്പോയി. എന്താണെന്നറിയില്ല, അസാദുള്ള ബേഗ് സാറ് എന്റെ മനസ്സിലങ്ങ് കയറി പറ്റി. അങ്ങനെയാണോ? അയ്യോ, ഞാനിപ്പോ ഒരുപാട് ദൂരത്താണല്ലോ, എന്താ ചെയ്യാ? അതെന്താന്ന് വെച്ചാ എന്റെ അനിയന്റെ മോനുണ്ടല്ലോ, അവനെ ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് ഇന്ന് എപ്പോഴാ വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. നാളെ ഉറപ്പായിട്ട് ഞാൻ കടയെ കാണും. വന്നോ, കുഴപ്പമില്ല. എന്റെ ഒരു പരിചയക്കാരനാണ്, അയാൾക്ക് കുറച്ച് പൈസ കൊടുത്ത് തീർക്കാണ്ടായിരുന്നു മോനെ. ഇപ്പൊ എന്റെ മറിക്കാനില്ല, അതാ ഇങ്ങനൊക്കെ പറഞ്ഞു ഒഴിവാക്കിയേ. അല്ല, അതിന് നീ എന്തിനാ മോനെ ഞെട്ടിയേ? ഇല്ല, ഷോക്കൊന്നുമില്ല. അല്ല, മോൻ ഫോൺ ചെയ്തപ്പോ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാണ്ടെന്ന് പറഞ്ഞു. എന്താ മോനെ അത്? അത് വേറൊന്നുമല്ല, ചേട്ടൻ എന്നെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് വന്നതാ. അതൊക്കെ ഞാൻ പറയാൻ മോനെ. ആദ്യം നിന്റെ കാര്യം എന്താന്ന് പറ. ആദ്യം ചേട്ടൻ പറയുന്നേ. അതല്ല, മോൻ പറ. ചേട്ടൻ തന്നെ പറ. അത് പറ്റില്ല, നീ പറ. മര്യാദയ്ക്ക് പറയുന്നുണ്ടോ ഇല്ലയോ? അല്ല, അതിപ്പോ ഞാൻ എങ്ങനെയാ പറയുന്നേ? ആരുടെ ദൃഷ്ടിദോഷാണെന്ന് അറിയില്ല. കടയിൽ വലിയ കച്ചവടമൊന്നും ഇല്ല മോനെ. എനിക്ക് നീ ഒരു 3000 രൂപ കടം തരുമോ? എന്താ? മനുഷ്യരുടെ കഞ്ഞു കുടിച്ച് പോകാൻ വകയില്ല. അപ്പൊ എന്റെ അടുത്ത് കുഴിമന്തി ചോദിക്കുന്നു. ഇത് എന്റെ ഫ്രണ്ടിന്റെ വീടാണ്, പേര് നാഗരാജ്. നമസ്കാരം ചേട്ടാ. എടാ, എന്തായാലും വന്ന് 10-ാം തീയതിക്ക് മുമ്പ് വരണ്ടായിരുന്നോ? ഇപ്പോഴല്ലേ ഒരുത്തൻ കാശ് മേടിച്ചോണ്ട് അങ്ങോട്ട് പോയത്. ചേട്ടാ, ഇന്നലെ അവൻ കാശ് ചോദിച്ചേ. എന്റെ ഫ്രണ്ടാ, ശിവലിംഗം എന്ന പേര്. ഒരു ഓട്ടോ വാങ്ങിക്കാനായിട്ടാ ഞാൻ ഇന്നലെ ചേട്ടനെ വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഓട്ടോയിലുള്ള കാറാ? എന്റെ പൊന്നു മോനെ, നമ്മുടെ സിറ്റിയിൽ നടക്കാനുള്ള സ്ഥലം പോലും ബാക്കിയില്ല. അതിന്റെ ഇടയ്ക്കൂടെ നീ എങ്ങനെ കാർ ഓടിക്കാനാ? സാറ് വേണേ കണ്ടോ സാറ്. ഓടിക്കാൻ പറ്റില്ലെങ്കിൽ അത് ഓഫ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെറുതെ ഇരിക്കും ഞാൻ. വേറെ എന്ത് ചെയ്യാനാ സാറ്? ഒരുപാട് പ്രതീക്ഷയോടുകൂടി വന്നതാ. ഇൻട്രസ്റ്റ് 1% കൂടുതലായാലും കുഴപ്പമില്ല, പക്ഷെ കാശില്ലെന്ന് മാത്രം പറയരുത് സാറ്. ആയിക്കോട്ടെ. ഒരു ദരിദ്രവാസി കുറെ നാളായിട്ട് കുറച്ച് കാശ് തരാനുണ്ട്. അതിന് ഞാൻ മേടിച്ചു തരാം, വാ.
2+2 4. നമസ്കാരം മംഗള മാഡം. നമസ്കാരം സർ. സാർ എന്തിനാ ഇവിടേക്ക് വന്നേ? കാശ് വാങ്ങാനായിട്ട് നിങ്ങൾ ഞങ്ങളെ അന്വേഷിച്ച് വരും. കാശ് കിട്ടിക്കഴിയുമ്പോ ഞങ്ങൾ നിങ്ങളെ അന്വേഷിച്ച് വരണമല്ലോ. അയ്യോ, അത് കഴിഞ്ഞ ആഴ്ച അത്ര സുഖമില്ലായിരുന്നു, അതുകൊണ്ടാ വരാൻ പറ്റുന്നെ. സുഖമില്ലെങ്കിൽ എന്താ ഒരു ഫോൺ ചെയ്ത് പറഞ്ഞൂടെ? അല്ലെങ്കിൽ ഞാൻ ഫോൺ വിളിക്കുമ്പോ എടുത്തൂടെ? ഞാനായതുകൊണ്ട് സാരമില്ല. ഇതേ സ്ഥാനത്ത് വേറെ എവനെങ്കിലും ആയിരുന്നെങ്കിൽ അവൻ നിന്നെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ? ദേ കൊച്ചേ, ഇവൻ എനിക്ക് അറിയാവുന്നൊരു പയ്യനാ, നാഗരാജൻ. ദേ ഇവന്റെ ഫ്രണ്ടാ ശിവലിംഗം. ഞാനിപ്പോ ക്ലാസ് എടുക്കായിരുന്നു. എന്തുണ്ടെങ്കിലും വൈകുന്നേരം സംസാരിക്കാം. കാശ് ചോദിക്കാൻ വരുമ്പോ ക്ലാസ് എടുക്കുന്ന കാര്യം പറഞ്ഞിട്ട് എന്താ കൊച്ച കാര്യം? ദേ കൊച്ചേ, എനിക്ക് ഇവനൊരു 20,000 രൂപ കൊടുത്തേ പറ്റൂ. ഇപ്പൊ തൽക്കാലം എന്റെ വേറെ കാശില്ല. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശ് ഇപ്പൊ എനിക്ക് തന്നേക്ക്. ഞാൻ ആ കാശെടുത്ത് ഇവന് കൊടുത്തേക്കാം. ഒരാഴ്ച സമയം തന്നാ മതി, ഞാൻ അത് തിരിച്ചു തരാം. എന്തോന്ന് ഒരാഴ്ച? കഴിഞ്ഞ മാസം പലിശ പോലും തന്നിട്ടില്ല. ഈ 15-ാം തീയതി ആകുമ്പോ 2 മാസമാവും. അങ്ങനെ ഇരിക്കുമ്പോ ഒരാഴ്ച കൊണ്ട് നീ എങ്ങനെ 20,000 തരുന്നേ? എന്റെ കൊച്ച, ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് നാണോ മാനോ ഒന്നുമില്ലേ? മറ്റുള്ളവരെ പോലെ എന്തെങ്കിലും നാണം കെട്ട പരിപാടി ചെയ്യാൻ നിനക്ക് പറ്റില്ല. കാരണം നീ ഒരു പെങ്കൊച്ച. എന്താ മോളെ ഒരു ബഹളം? നിങ്ങൾ ആരാന്ന് അറിഞ്ഞാ കൊള്ളാം. ഞാൻ ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ. ആദ്യം ആ കൊച്ചിന് ശമ്പളം കൂട്ടി കൊടുക്ക. പലിശക്ക് പണം വാങ്ങിച്ചിട്ട് ഇതുവരെ പലിശ പോലും തന്നിട്ടില്ല. സാരമില്ല സാറേ, ഞാൻ പൈസ വേറെ എവിടെ അറേഞ്ച് ചെയ്യാം. എടാ, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് വേണ്ടേ? നിങ്ങളെന്ന് പറയുന്നു ഒന്ന് പറയാ കേട്ടല്ലോ. എടാ കാശ് നീ വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ മാറ്റി പറയുന്നത്? ക്ലാസ് കഴിഞ്ഞിട്ട് കാശിന്റെ കാര്യം സംസാരിക്കാലോ. കാശ് എന്നാ പിന്നെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ശരിയാണ്. എന്നാ പിന്നെ നിങ്ങൾ അവരുടെ അടുത്ത് തന്നെ സംസാരിച്ചോ. ആ കാശ് താ കൊച്ചേ, ഇല്ലെങ്കിൽ അങ്ങേരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാ. ചേടാ, കാര്യം അന്വേഷിക്കാൻ വന്നതിന്റെ തലയിൽ സകല പണിയും കൂടെ ഇടുവാണ്. ഞാൻ പോവാ. അങ്ങേര് പറഞ്ഞ കേട്ടില്ലേ? എന്താ കൊച്ച ഇത്? പെണ്ണ് കാണലിൽ നിൽക്കുന്ന പോലെ തല കുനിച്ച് നിന്നാൽ എങ്ങനെയാ? എന്തെങ്കിലും ഒന്ന് പറ. നാളെ വാ ചേട്ടാ, എന്തായാലും തരാം. എടാ, നീ കേട്ടില്ലേടാ? ഞാൻ എത്രയ്ക്ക് ഒച്ച വെച്ച് ചോദിച്ചിട്ടും അതൊന്നും വകവെക്കാതെ ആ കൊച്ചു ശാന്തമായിട്ട് മറുപടി പറയുന്നത് കേട്ടില്ലേ? വാക്കിന് മാറ്റില്ലല്ലോ. ഞാൻ എന്നെ തന്നെ പണയം വെച്ചിട്ടാണെങ്കിൽ അതങ്ങ് തരാം. കേട്ടോടാ, ആർക്കോ ലോട്ടറി അടിക്കാൻ പോകുന്നു. ശരി കൊച്ചേ, ഞങ്ങൾ നാളെ വരാം. നടക്കട നാഗരാജ. നീ ഒരു ജോലിസിന്റെ കാര്യം പറഞ്ഞില്ല, അയാൾ എവിടെയാടാ? ഇന്ന് ആരെയാണ് ഞാൻ കണി കണ്ടതെന്ന് അറിയില്ല. എനിക്കെന്തോ എന്നോട് തന്നെ ദേഷ്യം തോന്നി. ഈ കണ്ണീന്ന് വരുന്ന കണ്ണീര് അത് 1 മില്ലി ഉണ്ടാവുമോ? പക്ഷെ അത് നമുക്ക് തരുന്ന വേദനയുണ്ടല്ലോ, അത് നമുക്ക് താങ്ങാൻ പോലും പറ്റില്ല. ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ തോന്നി. അതുകൊണ്ടാ ഇവിടേക്ക് വന്നേ. നിങ്ങൾ പൊയ്ക്കോ രംഗമ്മ. മാഡം, ഒരു മിനിറ്റ്. ഞാൻ കുറച്ചു മുമ്പ് വന്നിരുന്നില്ലേ? ശിവലിംഗം എന്നാ പേര്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ പണം നിങ്ങൾക്ക് നാളെ തരാന്ന്. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അയ്യോ, ഞാൻ പൈസയുടെ കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതല്ല. ഒന്ന് അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ശരി, നിങ്ങൾ ചെല്ല്, ഞാൻ വരാം. ഏയ്, കാര്യം പറ. നോക്കി, നായർ സാറിന്റെ അടുത്ത് ഞാൻ പൈസ ചോദിച്ചെന്നുള്ള സത്യ. പക്ഷെ വേറെ ആരുടെ അടുത്ത് വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാ. പക്ഷെ അയാൾക്ക് കൊടുക്കാനുള്ളത് ഒരു പെൺകുട്ടിയാണെന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നില്ല. ദൈവത്തെ ഓർത്ത് എന്നോട് ക്ഷമിക്ക്. ഞാൻ കാരണം നിങ്ങൾ വെറുതെ കരഞ്ഞില്ലേ? ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത്? അല്ല, അത് മാത്രമല്ല, എനിക്കൊരു മനസ്സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവിടുന്ന് പോയതിനു ശേഷം എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു. മനസ്സിലൊക്കെ ആകെ വിഷമം പോലെ. അതിനിപ്പോ ഞാനെന്താ വേണ്ടേ? നോക്ക്, നിങ്ങൾക്ക് എന്നെ അറിയില്ല, ഞാൻ ആരാ നിങ്ങൾക്കും അറിയില്ല. പക്ഷെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഈ പൈസ എടുക്കണം, എന്നിട്ട് ഈ പൈസ അയാളുടെ മുഖത്ത് കൊണ്ട് വലിച്ചെറിയേ. പറ്റില്ലെന്ന് മാത്രം പറയരുത്. അതിൽ ഒരു നോട്ടിൽ ഞാൻ എന്റെ ഫോൺ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പൈസ ആവുമ്പോൾ എന്നെ ഫോൺ വിളിച്ച് തന്നാ മതി. ഇത് വേറെ ഒരു ഉദ്ദേശത്തോടെയും ചെയ്യുന്നതല്ല. ഞാൻ കരഞ്ഞപ്പോഴൊക്കെ എനിക്കൊരു ആശ്വാസത്തിന് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ മറ്റുള്ളവർ കരയുന്ന സമയത്ത് ഞാനൊരു ആശ്വാസമാവണമെന്ന് എനിക്ക് തോന്നി. ഹലോ, ഏയ് അവിടെ നിക്ക. ഹലോ, നിക്കാൻ. ഏയ് ഹലോ, അവിടെ നിക്ക.